പ്രിയമുള്ളവരെ, നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്യാണ്. voters.eci.gov.in എന്നാണ് പുതിയ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉള്ളത്. അതിനകത്ത് കയറണം. ഫോറം 6 ആണ് നമ്മൾ പുതിയ വോട്ടർ പട്ടികയിൽ ആളിനെ ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കയറി നമുക്ക് സൈനപ്പ് ചെയ്യാം. പുതിയ ഫോൺ നമ്പർ കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്യാം. നിലവിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ റീസെറ്റ് പാസ്വേഡ് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും സിമ്പിൾസും നമ്മൾ പാസ്വേഡിനകത്ത് ഉപയോഗിക്കണം. നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടി ഫോൺ നമ്പർ അടിച്ച് നമ്മളുടെ റിക്വസ്റ്റ് OTP എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതിനകത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്പർ അടിച്ച് വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് കയറും. വെബ്സൈറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരിക. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫോറം 6 ആണ്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫോറം 6 നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം A എന്നുള്ളതിനകത്ത് പൂരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. A എന്നുള്ളതിൽ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. നമ്പർ ആൻഡ് നെയിം ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്പർ അടിച്ചു കൊടുക്കാം അറിയുമെങ്കിൽ, അല്ലെങ്കിൽ അസംബ്ലിയുടെ പേര് നമ്പർ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് അസംബ്ലി ഏതാണെന്ന് അടിച്ചു കൊടുത്താൽ മതി. പാലക്കാട് ജില്ല സെലക്ട് ചെയ്താൽ പാലക്കാട് ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും അതിനകത്ത് കാണിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് നെക്സ്റ്റ് കൊടുക്കണം. ഈ പേജ് നമ്മൾ ഫുൾ ഫില്ല് ചെയ്തതിന് ശേഷം, അത് ഓറാണ്, നമുക്ക് വേണമെങ്കിൽ പാർലമെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിയമസഭ മണ്ഡലം കൊടുക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ ഏത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഫോം പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. B പേഴ്സണൽ ഡീറ്റെയിൽ ആണ്. അതിനകത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന B എന്ന് പറയുന്ന പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് ഫസ്റ്റ് നെയിം അത് വളരെ വൃത്തിയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ പരമാവധി ടൈപ്പ് ചെയ്യുക. കാരണം വോട്ടർ പട്ടികയിലും ഐഡൻറ്റിറ്റി കാർഡിലും ഇതിൽ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റുകളാണ് വരിക. സോ നമ്മൾ വളരെ വൃത്തിയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ വരും താഴെ. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻപുട്ട് ടൂൾസ് ഉപയോഗിച്ചിട്ട്, ഗൂഗിളിൻ്റെ ഇൻപുട്ട് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് മലയാളം കറക്റ്റായിട്ടുള്ള മലയാളം ടൈപ്പ് ചെയ്ത് അതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻപുട്ട് ടൂൾസ് ഉപയോഗിക്കാം, കുറ്റി പെൻസിൽ ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് കുറേ മലയാളം ടൈപ്പിംഗ് ആപ്പുകളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. അപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ചിലപ്പോൾ കാണാം. സനൂഷ് പ്രേം എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ പ്രേം എന്നുള്ളതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് ഇത് ഡോക്യുമെൻ്റായിട്ട് വരുമ്പോൾ കൃത്യമായിട്ടാണ് വരിക. നമ്മളത് തിരുത്തിയതിന് ശേഷം കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫോട്ടോഗ്രാഫാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ് നമ്മൾ ചൂസ് ഫയൽ കൊടുക്കുക. കറക്റ്റ് അതിനകത്ത് സൈസ് കാണിക്കുന്നുണ്ട്. ആ സൈസ് കറക്റ്റായിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് സേവ് കൊടുക്കുക. അതിനകത്ത് സൈസ് പറഞ്ഞിരിക്കുന്നത് 4.5 സെൻറ്റിമീറ്റർ ഹൈറ്റും 3.5 സെൻറ്റിമീറ്റർ വിഡ്ത്തുമാണ് അതിനകത്ത് കാണിക്കുന്ന സൈസ്. അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ആയതിനു ശേഷമാണ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമാണ് കോളം C പൂരിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സിയിൽ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഡീറ്റെയിൽസാണ് അടിക്കേണ്ടത്. അപ്പോൾ ഫാദർ ആണെങ്കിൽ ഫാദർ, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, മദർ ആണെങ്കിൽ മദർ, അത് എങ്ങനെയാണ് ലോക്കൽ ഗാർഡിയൻ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അതിനകത്ത് അടിക്കുക. കൊടുത്തതിന് ശേഷം അതിലും ഈ പറഞ്ഞതുപോലെ മലയാളം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മലയാളം കൃത്യമായിട്ട് ഇൻപുട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫോറം D പൂരിപ്പിക്കാനുള്ള ഓപ്ഷനാണ്. അത് സെൽഫായിട്ട് പൂരിപ്പിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് റിലേറ്റീവിൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോൺ നമ്പർ അടിച്ച് സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ആ OTP നമ്പർ അടിച്ചു കൊടുക്കാം. OTP നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇമെയിൽ ID വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത നെക്സ്റ്റ് കൊടുക്കാം. ഇമെയിൽ ID വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത നെക്സ്റ്റ് കോളം ആധാർ കാർഡിൻ്റെ കോളമാണ്. അതായത് എന്ന് പറയുന്നത് ആധാർ ഡീറ്റെയിൽസ് ആണ്. ആധാർ ഡീറ്റെയിൽസ് വളരെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. കാരണം ആധാർ കാർഡ് ഇപ്പോൾ വോട്ടർ ID ആയിട്ട് ലിങ്ക് ചെയ്യുന്ന സമയം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആധാർ കാർഡ് നമ്മൾ നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. വോട്ടർ ID നമ്മൾ ആരുടെയാണോ ചേർക്കുന്നത് അവരുടെ ആധാർ കാർഡ് നമ്പർ നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കുക. അടിച്ച് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാനാണ്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ്, മാസം, വർഷം കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഏജ് പ്രൂഫാണ് വേണ്ടത്. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അപ്പോൾ SLC ബുക്ക് ആണെങ്കിൽ അതിൻ്റെ കോപ്പി ആണെന്നുണ്ടെങ്കിൽ ആ കോപ്പിയിൽ സെൽഫായിട്ട് അറ്റസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോപ്പിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സാധനം തന്നെ സഹകൾ മേടിച്ച് വയ്ക്കുക. പൂരിപ്പിക്കേണ്ട 7B സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ്. അത് നമ്മൾ ടിക്ക് ഇട്ടതിന് ശേഷം സെലക്ട് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക.
നമ്മൾ SLCയുടെ സാധനം അറ്റാച്ച് ചെയ്യുക. എന്താണോ അറ്റാച്ച് ചെയ്യേണ്ടത് അത് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ വരും. നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. പ്രസൻറ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഐഡൻറ്റിറ്റി കാർഡിൽ വരേണ്ട അഡ്രസ്സാണ്. അപ്പോൾ വളരെ വൃത്തിയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ പരമാവധി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുക. അതുപോലെ മലയാളം എഴുതി വരുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് മലയാളത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ മുഴുവൻ ഇൻപുട്ട് ടൂളിലോ നമ്മൾ മലയാളം കീബോർഡ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ പിൻകോഡ് നിർബന്ധമാണ്. പോസ്റ്റ് ഓഫീസ് നിർബന്ധമാണ്. പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, അതുപോലെ താലൂക്ക്, ഇതെല്ലാം വളരെ നിർബന്ധമായിട്ടും എല്ലാം അടിക്കേണ്ടതാണ്. ഒന്നും വിട്ടുപോകാതെ പൂരിപ്പിക്കുക. പൂരിപ്പിച്ചതിന് ശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്റ്റഡ് ആണ്. ഇനി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്രസ് പ്രൂഫും ഈ പറഞ്ഞതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് കണക്ഷൻ്റെ ബില്ലുകളൊക്കെ ഉപയോഗിക്കാം. ആധാർ കാർഡ് ഉപയോഗിക്കാം. കറണ്ട് പാസ്ബുക്കുകൾ ഉപയോഗിക്കാം. അതുപോലെ പാസ്പോർട്ട് ഉപയോഗിക്കാം. റേഷൻ കാർഡ് ഉപയോഗിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കാം. അതിലേതാണെന്ന് വെച്ചാൽ അഡ്രസ് പ്രൂഫിന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്തിട്ട് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടൺ വരും. നെക്സ്റ്റ് ബട്ടൺ വിസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന അടുത്ത ഐ ആണ്. ഐ കോളം നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ പൂരിപ്പിച്ചാൽ മതി. കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവർക്ക് പൂരിപ്പിക്കാനുള്ള ആ ഒരു കോളമാണ്, അത് വേണമെന്നില്ല. അടുത്തത് കോളം ജെ എന്ന് പറയുന്നത് ഫാമിലി മെമ്പറിൻ്റെ ഡീറ്റെയിൽ ആണ്. അതിൽ നിർബന്ധമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ്. അതിനകത്ത് അത് എന്തിനാന്ന് വെച്ചാൽ ഈ വോട്ടർ പട്ടികയിൽ അവരുടെ പേരിൻ്റെ അടുത്ത് വരുന്നതിന് വേണ്ടി, റിലേറ്റീവിൻ്റെ പേരിൻ്റെ അടുത്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് ജെ പൂരിപ്പിക്കേണ്ടത്. അടുത്തുള്ള ഫാമിലി മെമ്പറുടെ പേര്, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ എപ്പിക് നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് അവസാനം ഡിക്ലറേഷൻ കോളമാണ്. ഡിക്ലറേഷൻ കോളത്തിൽ നമ്മൾ വില്ലേജ് നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കണം. നമ്മുടെ ഡിസ്ട്രിക്ട് നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ എത്ര കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത്. റെസിഡൻസ് എത്ര വർഷങ്ങളായിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാനാണ്. അതും നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കാവുന്നതാണ്. അയക്കുന്ന സ്ഥലം, ഇന്നത്തെ ഡേറ്റ് എന്നിവ പൂരിപ്പിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ചയും കൂടി അടിച്ചതിന് ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂ വരും. ഫോറം 6ൻ്റെ പ്രിവ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നിയ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഈ ഫോം ഗുണഭോക്താവിനെ കൊണ്ടുകൂടി പുനഃപരിശോധിപ്പിക്കുക. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുക. ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക, എസ് കൊടുക്കുക. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് ജനറേറ്റഡ് റെഫറൻസ് ID നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും. ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിസ്റ്റം വഴി ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ വളരെ നന്നായി. നമ്മളുടെയിലും ഡോക്യുമെൻ്റായിട്ട് ശേഖരിക്കുക. സഖാക്കളെ, നമ്മൾ ഈ പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ തീർക്കേണ്ട പ്രവർത്തനമാണ്. സഖാക്കൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.